ഹലോ, ഇന്നത്തെ വിശേഷം നമ്മുടെ ചെടിക്കൽ സ്കൂളിൻ്റെ ഓണാഘോഷത്തിൻ്റെ പരിപാടീൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമ്മൾ രാവിലെ തന്നെ അതിരാവിലെ തന്നെ ഒരു 6:45 നമ്മൾ സ്കൂളിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പരിപാടികളെല്ലാം നമ്മളവിടെ തുടങ്ങിയിട്ടുണ്ട്. അടുക്കളയ്ക്ക് ആവശ്യമായ പച്ചക്കറി കാര്യങ്ങൾ, സാമ്പാറിന് വേണ്ടിയിട്ട്, അവിയലിന് വേണ്ടിയിട്ടും, കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളവിടെ സെറ്റാക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് കുറച്ച് പേര് അടുക്കളയിലെ പാചകത്തിൻ്റെ തിരക്കിലാട്ടാ. പിന്നെ വാഴക്കൂമ്പ് മുറിക്കുന്നുണ്ടായിരുന്നു, തേങ്ങ ചിരകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഏകദേശം ഏകദേശം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൈതേച്ച് പിന്നെ പോയാലും തൊട്ട് തേങ്ങ ചിരക്കൊടുക്കലായിരുന്നു. പിന്നെ നമ്മൾ അവിയലിന് വേണ്ട കഷ്ണങ്ങളും ചേന എല്ലാം മുറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് ആരോ ഒരു കമൻ്റ് അടിക്കുന്നുണ്ടായിരുന്നു, അവിയലിന് ഇങ്ങനെയെല്ലാം മുറിക്കണ്ടേന്നെല്ലാം പറഞ്ഞിട്ട്. നമ്മൾ ചെറുത് നീളത്തിൽ പീസായിട്ട് മുറിക്കാൻ വേണ്ടി നിന്നതാണ്. അങ്ങനെ തന്നെ നമ്മൾ മുറിച്ചിട്ടത്. അതിനിടയ്ക്ക് ഞാൻ മോനെ മാവേലി കെട്ടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓനാട്ടാ ഇപ്രാവശ്യത്തെ സ്കൂളിലെ മാവേലിയായി അത്. അപ്പോൾ അവനെയൊക്കെ ഒരുക്കി വരുമ്പോഴേക്ക് ടീച്ചർ ഇവിടെ പൂവെല്ലാം ഇട്ടിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ആ പായസം നല്ലോണം തിളക്കി വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ പായസം സാമ്പാറും കാര്യങ്ങളൊക്കെ ആടെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരുവിധ കറിയെല്ലാം ആ സമയം കൊണ്ട് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരാദ്യം തേങ്ങയും വെള്ളരിക്കൊക്കെ മുറിച്ചിടുന്നുണ്ട്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നാർക്കുമൊട്ടില്ല താനും. അങ്ങനെ മാവേലി എല്ലാവരും കടയിലും കയറിയിട്ട് ഷെയ്ക്കൻ്റെയൊക്കെ കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഹാളിൽ ഇരുത്തിയിട്ടുണ്ട് ഓന. അതിനിടയ്ക്ക് നമ്മുടെ പച്ചടിയും കിച്ചടിയും എല്ലാം ആടുന്ന് ആയിക്കൊണ്ടിരിക്കുന്നത്. റെനീഷേട്ട നല്ല ഇളക്കുന്നുണ്ടായിരുന്നു ആയിടുന്ന്. അങ്ങനെ നമ്മൾ ദാഹിച്ചിട്ട് നല്ല സ്പ്രൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ട്. പിന്നെ പ്രണവാട്ടനായാലും അതിലോ ആടുന്ന് പായസമെല്ലാം എടുത്ത് അതിനിടയ്ക്ക് കുടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് കുറച്ച് ഒരു കപ്പിലെല്ലാം പായസമെല്ലാം എടുത്തിട്ടുണ്ട്. അവരിതാ കുടിച്ചോണ്ടിരിക്കുന്ന പ്രണവാട്ടനെല്ലാം. പിന്നെ ഗീതു അതിനിടയ്ക്ക് എന്താ ചമ്മന്തിപ്പൊടി ആക്കണം എന്ന് ഓള് തേങ്ങയും അതിന് എന്താ ഉള്ളിയോ എന്തെല്ലാം മുറിച്ചിടുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മളെ കിച്ചടിക്ക് നല്ലോണം വറുത്തിടാനെല്ലാം കടുകലും കാര്യങ്ങളും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സാമ്പാറിന് വറുത്തിടാനായാലും എല്ലാം അങ്ങനെ എല്ലാം ഒറ്റ ഇതിൽ അങ്ങ് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ടീച്ചറിട്ട പൂവും കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമ്മളെ UKG പിള്ളേരുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ എൻ്റെ മോളും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഡാൻസ് കേട്ടോ. ടീച്ചർ അടിപൊളിയായിട്ട് നല്ല നല്ല വൃത്തിക്ക് തന്നെ കളിപ്പിച്ചിട്ടുണ്ട് അവരെ. പിന്നെ അങ്ങനെ ചോറിൻ്റെ പരിപാടിയിലേക്കാണ് ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് ചോറ് വെക്കുന്നുള്ളൂ എന്ന്. അപ്പോൾ അതിൻ്റെ പരിപാടിക്ക് അങ്ങനെ ഇവർ പപ്പടം കാച്ചി പായസത്തിനുള്ള ഇതെല്ലാം സെറ്റാക്കി അങ്ങനെ അടിപൊളി ഓണസദ്യ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.